Hi guys, welcome back to my drama explainer. സൂയിസൈഡ് നടന്ന സ്ഥലത്തുള്ള തെളിവെടുപ്പും മറ്റും കാണിച്ചുകൊണ്ടാണ് കേട്ടോ രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. മരിച്ച ആളില്ലേ വീടിന്റെ ബാൽക്കണിയിൽ നിന്നുമാണ് ചാടിയിരിക്കുന്നത്. ഫോറൻസിക്കുകാർ അരിച്ചു പെറുക്കി നോക്കുന്നുണ്ട്. എന്നാൽ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നതിന്റെ ഫുട് പ്രിന്റോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ അവിടെ മുഴുവൻ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിലെ കലണ്ടർ മിന്യൂക്കിന്റെ ശ്രദ്ധയിൽ പെടുവാണ്. പൊള്ളലേറ്റപാട് ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽസ് തിരഞ്ഞു കണ്ടുപിടിച്ച് എഴുതി വെച്ചിരിക്കുവാണ് ആ കലണ്ടറിൽ. അത് കണ്ട് സംശയം തോന്നുന്നതുകൊണ്ട് തന്നെ മിന്യൂക്ക് ആ കലണ്ടർ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മകള് റൂമിന്റെ ഡോർ തുറന്ന് നിങ്ങളുടെ പണി കഴിഞ്ഞില്ല ഇപ്പോഴും പോവാറായില്ലേ എന്ന് ചോദിക്കുന്നത്. മിന്യൂക്ക് കൊലീഗ്സിനോട് പെട്ടെന്ന് നോക്കാൻ പറഞ്ഞ് അദ്ദേഹത്തിന്റെ മകളോട് സംസാരിക്കാൻ തുടങ്ങുവാണ്. ഈ കലണ്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് നിന്റെ അച്ഛനാണോ? ഈ ഹോസ്പിറ്റൽസിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാവോ? അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് എഴുതിയതെന്ന് അറിയാവോ എന്നൊക്കെ മിന്യൂക്ക് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും ആ ഗേൾ ആൻസർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് സൂയിസൈഡ് തന്നെ ആയിരിക്കും, ഇത്ര കാര്യമായിട്ട് നോക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് റൂമിന്റെ ഡോർ അടിച്ച് പോകുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മകൾ അങ്ങനെ പറഞ്ഞെങ്കിലും പോളിഷ് ചെയ്ത ഷൂവും അയൺ ചെയ്ത് വെച്ച ഡ്രസ്സും എല്ലാം കാണുന്ന മിന്യൂക്കിന് അതൊരു സൂയിസൈഡ് ആണെന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഇവിടെ ജോങ് അവന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുവാണ്. ഈ സമയത്ത് വൂജിൻ അവനെ വിളിക്കുന്നു. എടാ നീ എവിടെയാ, നീ ആർട്ടിക്കിൾ കണ്ടോ എന്നാണ് വൂജിൻ ചോദിക്കുന്നത്. ഇത്ര കാര്യമായിട്ട് വൂജിൻ കോൾ ചെയ്ത ആർട്ടിക്കിളിനെ കുറിച്ച് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സൂയിസൈഡും സൂയിസൈഡ് ചെയ്ത ആളുടെ ആത്മഹത്യാ കുറിപ്പിലുള്ള ജോങ്ങുവിന്റെ പേരും ന്യൂസിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. സ്വന്തം പേഷ്യന്റിനെ കിഡ്നാപ്പറുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് ഹീറോ ആയ ജോങ് ഇപ്പൊ ഒരാളുടെ മരണത്തിന് കാരണക്കാരനായ വില്ലനായി മാറിയിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ അവൻ അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതും റിപ്പോർട്ടേഴ്സ് അവനെ വളയുന്നുണ്ട്, പലതരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നു. അത് ജോങ്ങുവിന്റെ ഫ്രണ്ടാണ്, ലോയർ ആണ്. അവള് ഗ്ലാസ് താഴ്ത്തുന്നതും നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ എന്നാണ് ജോങ്ങുവിനോട് ചോദിക്കുന്നത്. ഇപ്പൊ അവര് സംസാരിക്കുവാണ്. ഫ്രണ്ട്, ഈ കാര്യത്തിൽ നിയമപരമായിട്ട് നിന്റെ മേലെ ഒരു തെറ്റുമില്ല, പക്ഷെ മരിച്ച ആളുടെ ഫാമിലിയും മറ്റുള്ളവരും എങ്ങനെയായിരിക്കും ഈ കാര്യത്തോട് റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നീ നിന്റെ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കണം, അവരോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിനക്കൊരു ഐഡിയ വേണം എന്ന് പറയുന്നതും ഷർട്ടിന്റെ ബട്ടൺസ് പോലും മര്യാദക്കിടാതെ ഇത്ര ധൃതി പിടിച്ച് നീ വന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നോ? ലീഗൽ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എന്നാണ് ജോങ് ചോദിക്കുന്നത്. ഫ്രണ്ട്, നിനക്ക് ലീഗൽ ഇഷ്യൂസ് ഒന്നുമില്ല, പക്ഷേ ഇമോഷണൽ ഇഷ്യൂസിന്റെ കാര്യം എനിക്ക് അറിയില്ലല്ലോ, നീ ഓക്കെ ആണോ എന്ന് കൺസേൺ ആയിക്കൊണ്ട് ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ നിന്നെ പോലെ സ്ട്രോങ് ആയ ഒരു ലോയർ എന്റെ പുറകെ ഉണ്ടാവുമ്പോ ഞാൻ എന്ത് പേടിക്കാന് എന്ന് പറഞ്ഞു ജോങ്. എന്നാ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടോ, ഇന്ന് എനിക്കൊരു സർജറി ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. ഫ്രണ്ടും ഓക്കെ, എന്തായാലും നീ ഇതാലോചിച്ച് അധികം ടെൻഷൻ ആവണ്ട, ഇത് നിന്റെ തെറ്റല്ല എന്ന് പറഞ്ഞ് അവനെ കംഫർട്ട് ചെയ്ത് കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ അവൻ ഹോസ്പിറ്റലിലെത്തി പേഷ്യന്റിനോട് ചെയ്യാൻ പോകുന്ന സർജറിയെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ കൊടുത്തോണ്ടിരിക്കുവാണ്. ഇന്ന് ഈ സർജറി കഴിയുന്നതോടുകൂടെ തന്റെ ഇൻസെക്യൂരിറ്റി മാറി കിട്ടുമല്ലോ എന്ന സന്തോഷത്തിലിരിക്കുന്ന പേഷ്യന്റിന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. മകളുടെ സർജറി നിരസിച്ചത് കാരണം 40 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസിന്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു കേട്ടോ അത്. ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് പോകുന്ന സമയത്ത് ന്യൂസ് കാണിച്ചുകൊണ്ട് പേഷ്യന്റ് നഴ്സിനോട് ഈ ന്യൂസിൽ പറഞ്ഞ ഡോക്ടർ ഈ ഡോക്ടറാണോ എന്ന് ചോദിക്കുന്നു. പുറത്തേക്ക് എത്തിയതിനു ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്ന് നഴ്സ് പറയുന്ന സമയത്ത് പേഷ്യന്റ് ഇത് സത്യമാണോ അല്ലയോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുവാണ് ചെയ്യുന്നത്. ഈ സംസാരം കേൾക്കുന്ന ജോങ് ആ ന്യൂസിൽ പറഞ്ഞ ഡോക്ടർ ഞാൻ തന്നെയാണ്, തനിക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഈ സർജറി ക്യാൻസൽ ചെയ്തേക്ക് എന്ന് കൂളായിട്ട് പറയുവാണ് ചെയ്യുന്നത്. ഇവനൊക്കെ എന്ത് മനുഷ്യനാണ് എന്നും പറഞ്ഞ് ജോങ്ങുവിനെ ഒന്ന് നോക്കി പേഷ്യന്റ് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ജോങ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോ ഓരോ പ്രശ്നത്തിൽ പെട്ടുകൊണ്ടിരിക്കുവാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ പേഷ്യൻസിനോട് പ്രതികരിക്കുന്ന രീതിയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നും അത് കാരണം ജോങ്ങുവിനെ പുതിയ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് താൽക്കാലികമായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുവാണെന്നും പറഞ്ഞ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇവിടെ ഡയറക്ടർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. അത് വായിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഡയറക്ടറിന് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ആ ഐഡിയയുടെ ഭാഗമായിട്ട് ഫോൺ എടുത്ത ഒരു റിപ്പോർട്ടർ കോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും സാക്ഷികളെയോ അല്ലെങ്കിൽ CCTV ഫുട്ടേജോ ഒന്നും കിട്ടിയിട്ടില്ല. തെളിവുകളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഇതൊരു സൂയിസൈഡ് തന്നെ ആവാനാണ് സാധ്യത എന്നാണ് മിന്യൂക്കിന്റെ ജൂനിയർ അവളോട് പറയുന്നത്. എന്നാൽ മിന്യൂക്കിന് ആ ഒരു കൺക്ലൂഷനോട് യോജിക്കാൻ പറ്റുന്നില്ല. മിന്യൂക്ക് അവനോട് നിനക്കൊരു മകളുണ്ടെന്ന് വിചാരിക്കുക, ആ മകൾക്ക് വയ്യ, സോ അവൾക്ക് സർജറി ചെയ്യണം. ഒരുപാട് ഹോസ്പിറ്റൽസ് നീ അതിനു വേണ്ടി കണ്ടുപിടിച്ചു, അതിൽ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുന്ന് സർജറി ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്ന് കരുതി നീ മകളുടെ സർജറി വേണ്ടാന്ന് പറഞ്ഞ് ഗിവപ്പ് ചെയ്യില്ലല്ലോ, വേറെയും ഹോസ്പിറ്റൽസ് നോക്കില്ലേ? അതുപോലെ തന്നെ മിസ്റ്റർ നമ്മും ഓരോ ഹോസ്പിറ്റലും നോക്കി ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് ഏതൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് വരെ കലണ്ടറിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലുമായി ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വെച്ച മിസ്റ്റർ നമ്മ എന്തിനായിരിക്കും സൂയിസൈഡ് ചെയ്തേ എന്നാണ് അവളുടെ ചോദ്യം. ആ ഒരു കാര്യം അവളുടെ ജൂനിയറെയും കൺഫ്യൂസ് ആക്കുവാണ്. മരിച്ചുപോയ മിസ്റ്റർ നം കലണ്ടറിൽ അടയാളപ്പെടുത്തി വെച്ച ഓരോ ഹോസ്പിറ്റലിലും അന്വേഷിച്ച് ഡോക്ടറെ കാണാനായി മിസ്റ്റർ നം ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം എന്ന തീരുമാനത്തിൽ അവരെത്തുന്നു. ജൂനിയർ എന്നാലും ഡോക്ടർ ജോങ്ങുവിന്റെ ഒരു കാര്യം, ഒരു ഒറ്റ രാത്രി കൊണ്ട് പേഷ്യന്റിനെ രക്ഷിച്ചു എന്നുള്ള പേരും കിട്ടി, ഒരാളുടെ ആത്മഹത്യാ കുറിപ്പിലെ പേര് വരികയും ചെയ്തു. ഈ മനുഷ്യരെ മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ എന്ന് പറയുന്നു. മിന്യൂക്ക് ആഹാ, നിനക്ക് കുറ്റം പറഞ്ഞിരിക്കാനായിട്ട് ഒരുപാട് സമയമുണ്ടല്ലോ, ഇത്ര സമയമുള്ളത് കൊണ്ട് തന്നെ മോനൊരു കാര്യം ചെയ്തേക്ക്, അവിടെയുള്ള കാറുകളുടെ ഡാഷ് ക്യാം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്ക് എന്ന് പറഞ്ഞു പോകുന്നു. അവിടെ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന അത്രയും കാറുകൾ കണ്ട് ഇതിന്റെ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെക്ക് ചെയ്യണോ എന്ന് ഹെൽപ്ലെസ് ആയി ചോദിക്കാൻ മാത്രമേ അവനെ കൊണ്ട് പറ്റുന്നുള്ളൂ. ഇവിടെ ഡയറക്ടർ ജോങ്ങുവിനോട്
വേണ്ടത്ര പണം കിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് നീ ആ സർജറി ചെയ്യില്ല എന്ന് പറഞ്ഞത് എന്നാണ് ജനങ്ങളെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. പണത്തിനോടുള്ള ആർത്തി കാരണം ഒരാളുടെ മരണത്തിന് കാരണക്കാരനായി എന്ന നിന്റെ ചീത്തപ്പേര് മാറ്റിയെടുത്താലേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നീ ജീവിച്ചാലേ എനിക്കും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമ്മുടെ പുതിയ ബ്രാഞ്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് നീ ഒന്നും പറയണ്ട, നീ കോപ്പറേറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. അവനാണെങ്കിൽ ഞാനെങ്ങനെയാ കോപ്പറേറ്റ് ചെയ്യേണ്ടതെന്നൂടെ പറ എന്ന് ചോദിക്കുന്നുണ്ട്. ഡയറക്ടർ, നീ മിണ്ടാതെ എന്റെ കൂടെ നിന്നാൽ മാത്രം മതി, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അവനാണെങ്കിൽ നിങ്ങൾ ഇത്ര കാര്യമായിട്ട് എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് എന്നോടൊന്ന് പറ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഡയറക്ടർ ആണെങ്കിൽ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്നും പറഞ്ഞ് അവൻ ചോദിച്ചതിന് ഒരു ഉത്തരം കൊടുക്കാതെ കോൾ ചെയ്ത് പോകുവാണ് ചെയ്യുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല. പിന്നെയും തിരിച്ചു വന്ന് ഒരക്ഷരം നീ മിണ്ടാൻ പാടില്ല എന്ന് ജോങ്ങുവിനെ വീണ്ടും വാൺ ചെയ്തിട്ടാണ് പോകുന്നത്. ഇയാളിനി അടുത്തത് ഏത് കാട്ടുവള്ളിയാണാവോ പിടിക്കാൻ പോകുന്നത് എന്നാണ് ജോങ്ങു ചിന്തിക്കുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം തിരിച്ചു പോകാൻ നിൽക്കുന്ന മിസ്റ്റർ നമ്മിന്റെ മകളോട് മിനിയൊക്കെ സംസാരിക്കുന്നുണ്ട്. മിനിയൊക്കെ എങ്ങനെയായാലും നിന്റെ സർജറി ചെയ്യണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നു. അത് ചുമ്മാതൊന്നുമല്ല, കുറ്റബോധം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഫേസ് ഇതുപോലെ ആയത് അച്ഛൻ കാരണമാണ്. അമ്മ വീട്ടിൽ നിന്ന് പോയ സമയത്ത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കള്ളു കുടിച്ചപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്ക് ആണത്. ഒത്തിരി തവണ എന്നോട് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യമോ ഉള്ള എന്ന് ചോദിച്ചാൽ ആ ഗേള് തന്റെ ക്യാപ്പ് അഴിക്കുന്നു. ആ പൊള്ളിയ പാട് മിന്യൂക്കിന് കാണിച്ചുകൊണ്ട് എന്റെ ജീവിതം തന്നെ നശിച്ചുപോയി. ഇപ്പൊ അച്ഛൻ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഈ കേസ് മുന്നോട്ട് പോകുവാണെങ്കിൽ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഈ ലോകം മുഴുവൻ അറിയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കേസ് അന്വേഷിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. എനിക്ക് ഇനിയും എന്റെ ജീവിതം മുന്നോട്ട് ജീവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു പോകുന്നതിന് മിന്യൂക്ക് നിനക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് അന്വേഷണം നിർത്താൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്റെ സംശയങ്ങളൊന്നും ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞതൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് കരുതിക്കോളാം എന്നാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. ആ ഗേള് പോയതിനു ശേഷം വർഷങ്ങൾക്ക് മുന്നേ ആരെയോ അറസ്റ്റ് ചെയ്യുന്നതും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളെ അറിയാത്തതുപോലെ താൻ ബിഹേവ് ചെയ്തതും ഒക്കെയാണ് മിന്യൂക്ക് ആലോചിക്കുന്നത്. ഇവിടെ ഡയറക്ടർ ആണെങ്കിൽ ജോങ്ങുവിനോട് കോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനുവേണ്ടി അവനെ കൂട്ടിക്കൊണ്ടു പോകുവാണ്. ജോങ്ങു ആണെങ്കിൽ ഇതെന്തിനാ പോകുന്നേ, എങ്ങോട്ടാ പോകുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഡയറക്ടർ അതിന് റിപ്ലൈ കൊടുക്കുന്നതിന് പകരം ജോങ്ങുവിന്റെ പോക്കറ്റിൽ നിന്നും അവന്റെ കൈയെടുത്ത് മാറ്റി അവനൊരു അച്ചടക്കമുള്ള കുട്ടിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ കണ്ട അവനാണെങ്കിൽ നിങ്ങൾ ഇതെന്തുവാ ചെയ്യുന്നേ എന്നാണ് ചോദിക്കുന്നത്. ഇതുപോലെ വേണം നീ നിൽക്കാൻ, ഒരു അഹങ്കാരിയാണെന്ന് ആരും പറയരുത് എന്നും പറഞ്ഞ് അവൻ അവസാനമായെന്ന് നോക്കി ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഡോക്ടർ ഫസ്റ്റ് എന്നും പറഞ്ഞ് വാതിലും തുറന്ന് ഉന്തിത്തള്ളി വിടുമ്പോഴാണ് ഒരു കൂട്ടം റിപ്പോർട്ടേഴ്സിന്റെ മുന്നിലേക്കാണ് ഡയറക്ടർ തന്നെ പറഞ്ഞയച്ചത് എന്ന കാര്യം ജോങ്ങുവിന് മനസ്സിലാവുന്നത്. തന്നെ കൊലയ്ക്ക് കൊടുത്ത ഡയറക്ടർ അവൻ നോക്കുന്നുണ്ട്. ഡയറക്ടർ ആണെങ്കിൽ നന്നായി ചിരിച്ചു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മിസ്റ്റർ നമ്മിന്റെ സൂയിസൈഡ് കേസിൽ ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് വെച്ചിട്ടുള്ളത്. ഇതിനു മുന്നേ ഡോക്ടർ ജോങ്ങു നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു വിക്ടിമിന് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിക്ടിമിന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുവാണ്. അതായത് ഡോക്ടർ ജോങ്ങു പേഴ്സണലായി അതും ഫ്രീ ആയി വിക്ടിംസിന് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. പോലീസ് സ്റ്റേഷനുമായിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്യാൻ പോകുവാണ് എന്നൊക്കെ ഡയറക്ടർ പറയുന്നത് കേട്ട് ഇതൊക്കെ എങ്ങനെയാ കറക്റ്റ് എന്റെ തലയിൽ തന്നെ വന്ന് വീഴുന്നേ എന്നാണ് ജോങ്ങു ചിന്തിക്കുന്നത്. തന്നെ താലോലിച്ച് ഓമനിച്ചു കൊണ്ടുവന്നത് ഇതുപോലൊരു കുഴിയിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇത് പബ്ലിക്കായി പറഞ്ഞത് കാരണം ഇനി മാറ്റി പറയാനും പറ്റില്ല. പ്രസ് കോൺഫറൻസ് കഴിയുന്നതും ഡയറക്ടർ അവനെ പിടിച്ച പിടിയാലെ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുവരുന്നുണ്ട്. അവരുമായിട്ടാണല്ലോ സഹകരിക്കാൻ പോകുന്നത്. അത് കാരണം ഡയറക്ടർ വീണ്ടും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നത് കണ്ടവൻ 3 കേസിൽ ഇവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണ്ടേ, ഒരു വിക്ടിമിന്റെ കേസ് എന്തായാലും ക്ലോസ് ആയിട്ടുണ്ട്, ഇനി 2 കൂടെയല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് തീർത്തേക്കാം, നിങ്ങൾ വരാൻ നോക്ക് എന്ന് പറഞ്ഞ് ഡയറക്ടർ വിളിച്ചുകൊണ്ട് പോകുവാണ് ചെയ്യുന്നത്. അവര് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നതും മിന്യൂക്കും ജൂനിയറും വേറൊരു ക്രൈം സീൻ നടന്ന സ്ഥലത്തേക്ക് ഓടുവാണ്. ക്രൈം സീൻ ഒരു കഫേ ആണ് കേട്ടോ. സെക്ഷൽ അസോൾട്ട് ആണ് നടന്നിരിക്കുന്നത്. ഒരു ഗേളിനെ കഫേയിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുവാണ്. ആ ഗേള് കയ്യിലുണ്ടായിരുന്ന കത്തി യൂസ് ചെയ്ത് അവന്റെ മുഖത്തേക്ക് വെട്ടിയിട്ടുണ്ട്. അതാണ് കേസ്. മിന്യൂക്കും ജൂനിയറും കഫേയിലേക്ക് എത്തുന്നതും പരിക്കേറ്റ വിക്ടിമിനെ പോലീസ് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. മുഖത്ത് അത്യാവശ്യം നന്നായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്. സോ മിന്യൂക്ക് ജൂനിയറോട് വിക്ടിമിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് കഫേയിലേക്ക് കയറുന്നു. സ്ത്രീകളുടെ റെസ്റ്റ് റൂമിൽ വെച്ചാണ് ഈ ഒരു ക്രൈം നടന്നിട്ടുള്ളത്. ഉപയോഗിച്ച കത്തിയും ബ്ലഡും നിലത്തുണ്ട്. പേടിച്ചു പോയത് കാരണം ആ ഗേൾ റെസ്റ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കൂടെ ആ ഗേളിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട്. ബോയ് ഫ്രണ്ട് ആണ് കഫേയിലെ പാർട്ട് ടൈമർ തന്റെ ഗേൾ ഫ്രണ്ടിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് റിപ്പോർട്ട് ചെയ്തത്. അവനൊരു സൈക്കോ ആണ് എന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ട് നടന്ന കാര്യങ്ങൾ മിന്യൂക്കിനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. ക്ലീൻ ചെയ്യുന്നത് പോലെ കാണിച്ചുകൊണ്ട് അവൻ ഇവളുടെ കാലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാനാണെങ്കിൽ അത് അത്ര കാര്യമാക്കിയില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തേക്ക് ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഗെയിമിൽ തോറ്റു പോവുകയും ചെയ്തു. നിനക്കിവിടെ പിന്നെ ക്ലീൻ ചെയ്താൽ പോരെന്ന് ഞാൻ അവനോട് ചോദിച്ചതാണ്. പിന്നെ ഇവള് തടഞ്ഞതുകൊണ്ടാണ് ഞാനതൊരു വലിയ വിഷയമാക്കാതിരുന്നത്. പിന്നീട് ഇവള് റെസ്റ്റ് റൂമിലേക്ക് പോയതിന്റെ പുറകെ തന്നെ അവനും പോയി. അത് കണ്ടപ്പോ എനിക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. സോ ഞാനും അവളെ ഫോളോ ചെയ്തു. ആ സമയത്ത് ഞാൻ കാണുന്നത് ഇവളുടെ കയ്യിലുള്ള കത്തിയും അവൻ മുഖം പൊത്തി നിലത്തിരിക്കുന്നതുമാണ്. എന്തോ ഭാഗ്യത്തിന് ഇവളുടെ കയ്യിൽ ആ കത്തി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തായിട്ടുണ്ടാവും എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്നെല്ലാം ബോയ് ഫ്രണ്ട് നടന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിന്യൂക്ക് ഈ കത്തി തന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അതെ, സെൽഫ് ഡിഫൻസിന് വേണ്ടി കൊണ്ടു നടക്കുന്ന
നടക്കുന്നതാണ് എന്ന് റിപ്ലൈ കൊടുക്കുന്നു. ആ ഗേൾ അല്ല റിപ്ലൈ കൊടുത്തത്, ബോയ് ഫ്രണ്ട് ആണ്. ഇവിടെ ജോങ്വു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് ഫേസിൽ മുറിവായ ആ പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഡയറക്ടർ ഇതൊരു ക്രൈമുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് തന്നെയാണ്, പക്ഷേ ഈ പേഷ്യന്റ് പ്രതിയാണോ അല്ലെങ്കിൽ ഇരയാണോ എന്നൊന്നും പറയാറായിട്ടില്ല. ഈ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തതിനു ശേഷം ഇതിനെ പിടിച്ചതിലും വലിയ പ്രശ്നമായി മാറോ എന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. ഓ, പേഷ്യൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ എനിക്ക് ക്ലാസ് എടുത്തു തന്നിട്ട് നിങ്ങളിപ്പോ പേഷ്യൻസിനെ സെലക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പോകുവാണോ എന്ന് ജോങ്വു ചോദിക്കുന്നു. ഇവരുടെ ഈ സംസാരം നീണ്ടുപോകുന്നത് കണ്ട് മിന്യോക്കിന്റെ ജൂനിയർ ഇത് ഇപ്പോഴങ്ങ നടക്കുവോ എന്ന് ചോദിക്കുന്ന സമയത്താണ് ട്രീറ്റ്മെന്റ് റൂമിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നത്. അവര് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്ന് നോക്കുന്നു. മിറർ വീണ് പൊട്ടിയതിന്റെ സൗണ്ട് ആയിരുന്നു അത്. തന്റെ മുഖത്ത് ഇത്ര വലിയൊരു മുറിവായതിന്റെ ഷോക്കിലാണ് പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും ആ മിറർ നിലത്തേക്ക് വീണത്. ജോങ്വുവിനെ കാണുന്നതും പേഷ്യന്റ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എന്റെ മുഖത്ത് ഇതുപോലൊരു പാടുണ്ടായി, എങ്ങനെയെങ്കിലും ഇത് ഫിക്സ് ചെയ്ത് തരണം, ഈ പാട് എങ്ങനെയെങ്കിലും മാറ്റി തരണം എന്ന് ടെൻഷനായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മിന്യോക്കിന്റെ ജൂനിയർ അതായത് കങ്ങോ അതിലിടപെടുന്നു. പേഷ്യന്റിനോട് ചെയറിലേക്ക് ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതുപോലൊരു കേസിൽ പെട്ടിട്ടും തന്റെ ഫേസിൽ സംഭവിച്ച പാടിനെ കുറിച്ച് മാത്രമാണ് പേഷ്യന്റ് കെയർ ചെയ്യുന്നത് എന്ന കാര്യവും പേഷ്യന്റ് തന്റെ കോട്ട് പിടിച്ചിരിക്കുന്ന രീതിയും എല്ലാം ജോങ്വുവിന് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതേ സമയം മിന്യോക്ക് ആ ഗേളുമായി സെക്ഷൽ അസോൾട്ടിന്റെ തെളിവിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ വന്നിരിക്കുവാണ്. പക്ഷെ ആ ഗേള് കംഫർട്ടബിൾ അല്ല. സോ ആംബുലൻസിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് മിന്യോക്ക് തീരുമാനിക്കുന്നത്. ഞാൻ റെസ്റ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതും ആ ഡോറിന്റെ തൊട്ടു മുന്നിലായിരുന്നു ആ പാർട്ട് ടൈമർ നിന്നിട്ടുണ്ടായിരുന്നത്. അവൻ എന്റെ അടുത്തേക്ക് വന്ന് എന്റെ ഷർട്ട് വലിച്ച് കീറുമായിരുന്നു. ഞാൻ ആകെ ഷോക്കായി പോയി. ആ സമയത്ത് ഞാൻ പോലും അറിയാതെയായിരുന്നു എന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഞാൻ യൂസ് ചെയ്തത്. അതിനുശേഷമാണ് എന്റെ ബോയ് ഫ്രണ്ടും റെസ്റ്റ് റൂമിലേക്ക് വന്നത് എന്ന് പറഞ്ഞ ആ ഗേള് ഇത് സെൽഫ് ഡിഫൻസ് അല്ലേ എന്ന് മിന്യോക്കിനോട് ചോദിക്കുന്നു. മിന്യോക്ക് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇത് സെൽഫ് ഡിഫൻസ് തന്നെയാണ്, പക്ഷേ തെളിവുകളില്ല. സോ നമുക്ക് സെന്ററിലേക്ക് പോവാം, തെളിവ് ശേഖരിക്കണ്ടേ എന്ന് പറയുന്നു. ഗേള് എന്ത് തെളിവ്, അവൻ എന്നെ ഡയറക്റ്റ് ആയിട്ട് തൊട്ടിട്ടില്ല, എന്റെ ദേഹത്ത് മുറിവുകളോ മറ്റു പാടുകളോ ഒന്നും ഇല്ലതാനും എന്ന് പറയുന്നു. ഫിസിക്കൽ കോണ്ടാക്ട് മാത്രമൊന്നുമല്ല, ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് തെളിവുകൾ വേറെയും ഉണ്ടാവും എന്ന് മിന്യോക്ക് പറയുന്നത് കേട്ട് ആ ഗേൾ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് എടുത്ത് കഴിയുന്നതും ആ ഗേളിന്റെ അടുത്തേക്ക് അവളുടെ ബോയ് ഫ്രണ്ട് വരുന്നുണ്ട്. വന്നപാടെ നീ ഓക്കെ ആണോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് അവര് പരസ്പരം സംസാരിക്കുവാണ്. ലവേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ വായിലേക്ക് നോക്കിയിരിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ലല്ലോ. സോ അവള് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്നറിയോ, ബോയ് ഫ്രണ്ടിന്റെ ഷൂയിലുള്ള കറയാണ്. ബ്ലഡ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും അത് റെസ്റ്റ് റൂമിൽ നിന്ന് തെറിച്ചതായിരിക്കും എന്ന് പറഞ്ഞു തീർത്ത് അവൻ അവിടുന്ന് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ മിന്യോക്ക് അവരെ അങ്ങ് ചുമ്മാ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ ഷൂ അവക്ക് വേണമെന്ന് പറയുവാണ്. തെളിവാണല്ലോ. വേറൊരു ചെരുപ്പ് ഒപ്പിച്ചു കൊടുത്ത് ആ ഷൂ എന്തായാലും അവള് വാങ്ങുന്നുണ്ട്. ഇവിടെ കങ്ങോ ആണെങ്കിൽ ക്രൈം നടന്ന കഫേയിലേക്കാണ് തെളിവെടുപ്പിന് വേണ്ടി വന്നിരിക്കുന്നത്. പേഷ്യന്റ് വരച്ച ചിത്രങ്ങൾ നോക്കിയ കഫേയുടെ ഓണറോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കങ്ങോ. അവനങ്ങനെ ആരോട് സംസാരിക്കുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ല, എപ്പോഴും ചിത്രം വരച്ചിരിക്കാറാണ് പതിവ്. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഒരു ഫീമെയിൽ കസ്റ്റമർ ആരോ ഒരാൾ റെസ്റ്റ് റൂമിന്റെ പുറത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ട് എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. CCTV ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അത് അവനാണ്. അവനങ്ങനെ ആളുകളുള്ള സമയത്ത് റെസ്റ്റ് റൂമിലേക്ക് കയറിയിട്ടുമില്ല, ക്യാമറ സെറ്റ് ചെയ്ത് ആരെയും റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടില്ല. സോ അത് ഞാൻ വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഓണർ പറയുന്നു. ഇവിടെ ജോങ്വു പേഷ്യന്റിന്റെ മുറിവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യം പേഷ്യന്റിനോട് പറയുന്നതും മിററാണ് പേഷ്യന്റ് ചോദിക്കുന്നത്. ഒരുപാട് ടെൻഷനോടെ പേഷ്യന്റ് കണ്ണാടി നോക്കുന്നതും ഇടയ്ക്കിടെ കോട്ട് ഉപയോഗിച്ച് ചെസ്റ്റ് കവർ ചെയ്യുന്നതും ജോങ്വു ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ട് കയറി വന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന മിന്യോക്കിനോട് പുറത്തേക്ക് പോകാനാണ് ജോങ്വു പറയുന്നത്. അതിപ്പോ എന്തിനാ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞില്ലേ എന്ന് മിന്യോക്ക് തിരിച്ചു ചോദിക്കുന്നു. ജോങ്വു താനല്ലല്ലോ ഞാനല്ലേ ഡോക്ടർ, ഇപ്പൊ നിങ്ങൾ പേഷ്യന്റിനെ ഇവിടുന്ന് കൊണ്ടുപോയി പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുവോ എന്ന് അവൻ ചോദിക്കുന്നു. പിന്നെ അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അധിക സമയം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവള് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അവള് പോകുന്നതും എപ്പോഴായിരുന്നു സർജറി ചെയ്തേ എന്ന് ചോദിക്കുന്നത് കേട്ട് പേഷ്യന്റ് അവനെ ഞെട്ടിക്കൊണ്ട് നോക്കുന്നു. മിന്യോക്കാണെങ്കിൽ വെയിറ്റ് ചെയ്ത് ക്ഷമ കെട്ട് ഡോർ തുറക്കാൻ നിൽക്കുവാണ്. ഈ സമയത്ത് ഒരു നഴ്സ് വീൽ ചെയർ ഉന്തിക്കൊണ്ട് അവളെക്കാൾ ധൃതി പിടിച്ച് ആ റൂമിലേക്ക് വരുന്നു. പേഷ്യന്റിനെ ജോങ്വു വീൽ ചെയറിലേക്ക് ഇരുത്തുന്നതും ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നതും അവിടെ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുന്നതും എല്ലാം കണ്ട് ഒരു ഐഡിയയും കിട്ടാതെ മിന്യോക്ക് ഇതെന്താ സംഭവം, ഇവനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ, എന്തിനാ കൊണ്ടുപോകുന്നേ എന്ന് ചോദിക്കുന്നു. ആക്ച്വലി ഈ പേഷ്യന്റ് ജെൻഡർ ഡിസ്ഫോറിയ കാരണം സഫർ ചെയ്യുന്ന ഒരാളാണ്. 3 ആഴ്ച മുന്നേ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഏരിയ മുഴുവനായിട്ട് വീങ്ങിയിരിക്കുവാണ്. അത് വെച്ചിരിക്കാൻ പറ്റില്ല, ജീവന് തന്നെ ആപത്താണ്. സോ ആ ഇംപ്ലാന്റ്സ് റിമൂവ് ചെയ്യുന്ന സർജറിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സർജറി കാരണം ജീവൻ പോലും പോകാറായ ഒരാള് മറ്റൊരാളെ സെക്ഷൽ അസോൾട്ട് ചെയ്യാനൊക്കെ നിൽക്കൂ എന്ന സംശയത്തിൽ നിൽക്കുന്ന മിന്യോക്കിന് ഇപ്പൊ ഒരു കോള് വരുവാണ്. കങ്ങോ ആണ് വിളിക്കുന്നത്. സ്ത്രീകളുടെ റെസ്റ്റ് റൂമിന്റെ ഭാഗത്തായിട്ട് അവനെ കാണാറുണ്ടായിരുന്നു എന്ന് ഓണർ
പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ കാര്യം മിന്യൂക്കിനോട് പറയാൻ വേണ്ടിയിട്ടാണ് അവൻ കോൾ ചെയ്തത്. മിന്യൂക്ക് പിന്നീട് അങ്ങോട്ട് ഗാഢമായ ചിന്തയിലാണ്. അവന്റെ ജെൻഡർ മെയിലാണ്, പക്ഷേ ജെൻഡർ ഐഡന്റിറ്റി ഫീമെയിൽ ആണ്. അതുകൊണ്ട് സ്ത്രീകളുടെ റെസ്റ്റ് റൂം യൂസ് ചെയ്യേണ്ടി വരും. ആരും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ റെസ്റ്റ് റൂമിലേക്ക് കയറാനും പറ്റുള്ളൂ. സോ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുമായിരിക്കും. സ്റ്റേറ്റ്മെന്റ് എടുത്ത സമയത്താണെങ്കിൽ ആ ഗേൾ സഹകരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. എവിഡൻസ് അതിന് ഉണ്ടാവോ, എന്നെ തൊട്ടിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് ചോദിച്ചത്. അതായത് ഇതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നൊക്കെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് സർജറി കഴിഞ്ഞ് ജോങ്വു പുറത്തേക്ക് വരുന്നു. അവള് വാ തുറക്കുന്നതും സർജറി റെക്കോർഡ് തരാൻ പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. അതിന് പേഷ്യന്റ് സമ്മതിക്കില്ലല്ലോ. സമ്മതിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ കാര്യം പോലീസിനോട് പറയേണ്ടതായിരുന്നല്ലോ. പിന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കാരണം പേഷ്യന്റ് തെറ്റ് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് മിന്യൂക്ക് പറയുന്നു. ട്രാൻസ്ജെൻഡർ ആണെന്ന് വിചാരിച്ച് പേഷ്യന്റ് തെറ്റ് ചെയ്യില്ല എന്ന് പറയാൻ കഴിയോ എന്ന് ജോങ്വുവും ചോദിക്കുന്നു. ആ ഒരു ചോദ്യത്തിന് വേണ്ടിയായിരുന്നു അവൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിന്യൂക്ക് അതാണ്, അതുകൊണ്ട് നമുക്ക് വേറൊരു ആംഗിളിലൂടെ നോക്കണം. സർജറി റെക്കോർഡ് മാത്രം വെച്ച് പേഷ്യന്റ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിന് വേറെ വഴി നോക്കണം. വിക്ടിമിന്റെ ഡോക്ടറിന്റെ ഒപ്പീനിയനും ഈ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് അർത്ഥം എന്ന് പറയുന്നു. അവന്റെ അഭിപ്രായത്തിന് വെയിറ്റ് ചെയ്യാതെ ഇതും പറഞ്ഞു പോവാൻ നിന്ന മിന്യൂക്ക് അവനോട് വീണ്ടും, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ വിക്ടിം മെഡിക്കൽ സപ്പോർട്ട് ഇയാൾ എന്തിനാ ചെയ്യുന്നേ? പേഷ്യന്റിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഒരു താല്പര്യം ഇല്ലാത്ത ആളെന്തിനാ ക്രൈം കേസിലെ വിക്ടിംസിനെ മാത്രം ട്രീറ്റ് ചെയ്യുന്നേ? ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഈ കാര്യം ചെയ്യുന്ന ഒരാളായിട്ട് നിന്നെ കണ്ടാ തോന്നില്ല. പിന്നെന്തുകൊണ്ടായിരിക്കും? ആത്മാർത്ഥത കൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. അവളുടെ വളവളാന്നുള്ള സംസാരം കേട്ട് പ്രാന്തായി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞു പോകുന്ന ജോങ്വുവിനെ കണ്ട് ചിരി പിടിച്ചു വെച്ച് നിൽക്കുവാണ് മിന്യൂക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ ജോങ്വു പേഷ്യന്റിനെ ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം സർജറി നന്നായി തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. കൂടാതെ പേഷ്യന്റിന്റെ കൺസേണിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ജോങ്വു ഈ സർജറിയുടെ കാര്യം ആർക്കും അറിയില്ല, തന്റെ സമ്മതമില്ലാതെ ഈ സർജിക്കൽ റെക്കോർഡ്സ് ഞാൻ ആർക്കും ഡിസ്ക്ലോസ് ചെയ്യയില്ല എന്നും പറയുന്നുണ്ട്. പേഷ്യന്റ് അവന്റെ ഗേൾ ഫ്രണ്ട് സെൽഫ് ഡിഫൻസ് ആയിട്ടാണ് എന്നെ ഉപദ്രവിച്ചത് എന്നാണ് കള്ളം പറഞ്ഞത്. എന്റെ സർജറിയുടെ കാര്യം പുറത്തറിഞ്ഞ എല്ലാവരും കൂടുതൽ എന്നെ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ. ഞാൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ എന്നെ പോലെ ഒരു തന്നെ ഇത് തന്നെ കിട്ടണം എന്നായിരിക്കും അവരെല്ലാവരും പറയുക എന്ന് പറയുന്നു. ജോങ്വു കൺഫ്യൂസ്ഡ് ആയി സെൽഫ് ഡിഫൻസോ എന്ന് ചോദിക്കുന്ന സമയത്താണ് പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടി കങ്ങോ അങ്ങോട്ടേക്ക് വരുന്നത്. ജോങ്വു അപ്പോഴും കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ കങ്ങു സെക്ഷൽ അസോൾട്ട് ചെയ്തു എന്ന് പരാതി കൊടുത്ത ഗേളില്ലേ, ആ ഗേളിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുവാണ്. ബോയ് ഫ്രണ്ട് പുറത്തേക്ക് പോയതാണ് എന്ന് പറഞ്ഞ അവള് അത്രയും നേരം അവനോട് അകത്തേക്ക് കയറാൻ പറയാതെ പെട്ടെന്ന് അകത്തേക്ക് കയറാൻ പറയുന്നു. കൂടെ അവള് പുറത്ത് നിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ പുറത്തു നിന്നത് പോലീസ് ഉണ്ട്, ഇവിടുന്ന് പെട്ടെന്ന് വിട്ടോ എന്ന സിഗ്നൽ ബോയ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്ത് ചെയ്തിട്ടെന്താ ആ പൊട്ടൻ അവള് കൊടുത്ത സിഗ്നൽ മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിനെ കങ്ങോ കാണുന്നു. പിന്നീട് അങ്ങോട്ടൊരു ഓട്ട മത്സരമാണ്. അതിന്റെ ഇടയിൽ അവന്റെ കാലിന് ചെറുതായ ഒരു പണി കിട്ടുന്നുണ്ട്. അപ്പോഴേക്ക് ആ ഗേളിന്റെ ബോയ് ഫ്രണ്ട് കുറച്ച് ദൂരം ഓടിയെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് അടുത്ത റൗണ്ടിന് വേണ്ടി എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ഓടാൻ നിൽക്കുന്ന ടൈമിലാണ് നീ ഓക്കെ ആണോ എന്ന് ചോദിച്ച് ഇലക്ട്രിക് സ്കൂട്ടറും റൈഡ് ചെയ്തുകൊണ്ട് മിന്യൂക്ക് അവനെ പാസ് ചെയ്ത് പോകുന്നത്. ഇവളിത് എവിടുന്ന് പൊട്ടിമുളച്ചു എന്നാണ് വിശ്വാസം വരാതെ അവൻ ചോദിക്കുന്നത്. മിന്യൂക്കാണെങ്കിൽ ആ ഗേളിന്റെ ബോയ് ഫ്രണ്ടിനോട്, ഡാ വെയിറ്റ് ചെയ്യടാ, നമുക്ക് ഒരുമിച്ച് പോവാടാ, നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, എന്നിട്ട് നീ എന്നെ കൂട്ടാതെ ഓടുവാണോ എന്നും ചോദിച്ച് പുറകെ പൊക്കോണ്ടിരിക്കുവാണ്. ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ച മിന്യൂക്കിനോട് ഏറ്റുമുട്ടാൻ ആദ്യം അവൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ എത്രയാന്ന് വെച്ചാ ഓടുന്നേ. സോ അവൻ ആ ട്രൈ അവിടെ ഉപേക്ഷിക്കുവാണ്. എന്നെ അറസ്റ്റ് ചെയ്തേക്ക് എന്ന് അവൻ തന്നെ അവളോട് പറയുന്നു. ചെയ്യാത്ത തെറ്റിന് ഒരാളെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചതിനും അയാളെ ഉപദ്രവിച്ചതിനുമാണ് ആ അറസ്റ്റ്. ഈ സമയം കൊണ്ട് കങ്ങോയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മിന്യൂക്ക്, അല്ല വിക്ടിമിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാൻ പോയ നീ എങ്ങനെയാ ഇവിടെ എത്തിയേ എന്ന് ചോദിക്കുന്നു. ഡോക്ടർ ജോങ്വു കാരണമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് കങ്ങോ റിപ്ലൈ കൊടുക്കുന്നു. അതായത് പേഷ്യന്റുമായിട്ട് കങ്ങോ ലിഫ്റ്റിലേക്ക് കയറിയതിനു ശേഷം ജോങ്വു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവന്റെ മുഖത്തേക്ക് വെട്ടിയ ഗേള് എത്ര ഹൈറ്റ് ഉണ്ടാവും എന്നാണ് അവൻ ആദ്യമേ ചോദിക്കുന്നത്. ആ കാര്യം ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് കങ്ങോ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ജോങ്വു പേഷ്യന്റിന്റെ മുഖത്തെ മുറിവ് കാണിച്ചുകൊണ്ട്, ഈ മുറിവിന്റെ ഡയറക്ഷൻ മുകളിൽ നിന്നും താഴേക്കാണ്. അതായത് ഇവനേക്കാൾ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇതുപോലൊരു മുറിവ്, അതും ചീക്ക് ബോണിന്റെ ഭാഗത്തായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇവനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ ആളോ അല്ലെങ്കിൽ സെയിം ഹൈറ്റ് ഉള്ള ആളോ ആണ് ഈ മുറിവ് ഉണ്ടാക്കിയതെങ്കിൽ ഈ മുറിവിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരേണ്ടത് എന്നൊക്കെ മുറിവിന്റെ ആഴവും സെന്റിമീറ്ററും മില്ലിമീറ്ററും അടക്കം അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടെ മിന്യൂക്ക് നൈറ്റ് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ റിപ്പോർട്ടും തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇതുപോലൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ എന്നാണ് ആ റിപ്പോർട്ട് നോക്കിക്കൊണ്ട് മിന്യൂക്ക് പറയുന്നത്. എന്തായാലും ഇപ്പൊ ആ ഗേളിന്റെ ബോയ് ഫ്രണ്ടിനെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. മിന്യൂക്ക്, നീ റെസ്റ്റ് റൂമിലേക്ക് എത്തിയപ്പോഴേക്ക് അവൻ മുഖത്ത് മുറിവായി നിലത്തി കിടക്കുമായിരുന്നു എന്നല്ലായിരുന്നു മൊഴി തന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ നിന്റെ ഷൂ പറയുന്നത് ഈ കേസ് അങ്ങനെയല്ല സംഭവിച്ചതെന്നാണല്ലോ എന്ന് പറയുന്നു. മിന്യൂക്ക് എന്നാ ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ആ ബ്ലഡ് തെറിച്ചതിന്റെ പാറ്റേൺ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ട്
റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഗേൾ അല്ല, ഗേളിന്റെ ബോയ് ഫ്രണ്ട് ആണ് വിക്ടിമിന്റെ മുഖത്ത് അതുപോലൊരു മുറിവുണ്ടാക്കിയത് എന്ന റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. അതായത് ബോയ് ഫ്രണ്ട് പറഞ്ഞ ഏറെക്കുറെ കാര്യങ്ങളും കള്ളമായിരുന്നു. ക്ലീൻ ചെയ്ത ഭാഗം പിന്നെയും പിന്നെയും വൃത്തികേടാക്കിയത് കൊണ്ടായിരുന്നു വിക്ടിം വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് പോയി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഗേളിന്റെ ബോയ് ഫ്രണ്ട് ഗെയിമിൽ തോൽക്കുന്നുണ്ട്. വിക്ടിമും അവനും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഗേൾ ഫ്രണ്ട് അവനെ തടയുന്നതും റെസ്റ്റ് റൂമിലേക്ക് പോകുന്നതും. പുറകെ ചെന്ന വിക്ടിമിനും റെസ്റ്റ് റൂം യൂസ് ചെയ്യണമായിരുന്നു. വിക്ടിം ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ റെസ്റ്റ് റൂമിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് ദേഷ്യം കാരണം ആ ഗേളിന്റെ ബോയ് ഫ്രണ്ട് വിക്ടിമിനെ റെസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അറ്റാക്ക് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. തന്റെ മേലെ കേസ് വരാതിരിക്കാൻ വേണ്ടി അവൻ തന്നെയാണ് തന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഷർട്ട് വലിച്ചു കീറിയതും സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തതും. സത്യം പുറത്തു വന്നിട്ടും ആ ഗേളിന്റെ ബോയ് ഫ്രണ്ട് ഇതൊന്നും എന്റെ തെറ്റല്ല, അവന്റെ തെറ്റാണ് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് സ്വയം ന്യായീകരിക്കുന്നത് കണ്ട് ഒരു റിയാക്ഷനും ഇല്ലാതെയാണ് മിന്യോക്ക് അവനെ നോക്കി നിൽക്കുന്നത്. എന്തായാലും കേസ് തെളിഞ്ഞിട്ടുണ്ട്. കുറ്റവാളി അല്ലാത്തതുകൊണ്ട് തന്നെ ജോങ്വുവിന്റെ പേഷ്യന്റ് ഇപ്പൊ അവനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. എന്റെ സർജറി റെക്കോർഡ്സ് പുറത്തു വിടാത്തതിനും എന്നെ ഹെൽപ്പ് ചെയ്തതിനും ഒരുപാട് നന്ദിയുണ്ട് എന്ന് വിക്ടിം പറയുന്നു. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ തന്റെ മുഖത്തുള്ള പാട് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ് തീരുമാനമെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് വന്നാ മതി എന്ന് ജോങ്വു പറയുന്നു. വിക്ടിം എന്നെ കൊണ്ട് ഒരുപാടൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഇത് ഞാൻ വരച്ചൊരു പെയിന്റിംഗ് ആണ്. എനിക്കൊരു പെയിന്റർ ആവാനാണ് ആഗ്രഹം. ഇപ്പോ എനിക്ക് ഇത് മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പെയിന്റിംഗ് ജോങ്വുവിന് കൊടുക്കുന്നു. ജോങ്വു നോക്കുന്നത് കണ്ട് അയ്യോ, ഞാൻ ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നൊന്നും അല്ല പറഞ്ഞു വന്നത്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റും എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് ഗിഫ്റ്റ് ആയിട്ട് തന്നത് എന്ന് പറയുന്നു. ജോങ്വു ആ പെയിന്റിംഗ് വാങ്ങി വെച്ച് സർജറിയുടെ കോസ്റ്റിന്റെ കാര്യം ആലോചിച്ച് ആ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ആഗ്രഹം പോലെ ഒരു പെയിന്ററായ എനിക്ക് ഇപ്പൊ തന്നെ ഈ പെയിന്റിങ്ങിന് ഒരുപാട് വിലയുണ്ടാവും. അതായത് ഈ പെയിന്റിംഗ് തന്നെ ധാരാളമാണ് എന്ന് പറയുന്നത് കേട്ട് ഒരു ട്രാൻസ്ജെൻഡർ ആയ തന്നെയും തന്റെ സ്വപ്നത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറെ കണ്ട സന്തോഷത്തിൽ വിക്ടിം ജോങ്വുവിനെ നോക്കുന്ന സമയത്താണ് എടാ തൊട്ടപ്പുറത്തൊരു പുതിയ ബാർ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്നും ചോദിച്ച് വൂജിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവിടെ പേഷ്യന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവൻ സോറി പറഞ്ഞ് പോകാനും നിൽക്കുന്നു. ഞാൻ ഇനിയും വരും, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന പേഷ്യന്റിനെ കണ്ട് വൂജിൻ ഞാനിപ്പോ എന്താ കണ്ടത്, എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, ഒരു താങ്ക്സ് അല്ലേ ഞാനിപ്പോ കേട്ടത് എന്നൊക്കെ ജോങ്വുവിനോട് ചോദിക്കുന്നു. ജോങ്വു ഓ നിനക്ക് നല്ല അസൂയുണ്ടല്ലേ, നിനക്കും ആ നന്ദി കേൾക്കണമെന്നുണ്ടോ, ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഡയറക്ടറോട് പറയാം എന്ന് പറയുന്നതും വൂജിൻ എന്തിനാ വെറുതെ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഈ സുന്ദരികളെ മാത്രം ട്രീറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പൊക്കോളാം, നീ ആ ബാറിലേക്ക് വരാൻ നോക്ക് എന്ന് പറഞ്ഞ് ഈ പെയിന്റിങ്ങിലുള്ളത് നീയൊന്നും അല്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചാൽ അവൻ അവിടുന്ന് പോകുന്നു. ഇത് കേട്ട് സ്മൈൽ ചെയ്തുകൊണ്ട് ജോങ്വു ആ പെയിന്റിങ് നോക്കുന്നു. ജോങ്വുവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ മിന്യോക്കിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല. അവള് മിസ്റ്റർ നമ്മിന്റെ വീട്ടിലാണ് ഉള്ളത്. സംഭവം നടന്ന സമയത്ത് സ്ട്രേഞ്ച് ആയിട്ട് ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ, കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് നെയ്ബേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരെയും കണ്ടിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോ മിസ്റ്റർ നമ്മിന്റെ ഒരു നെയ്ബർ മിസ്റ്റർ നം മരിച്ചെന്ന് ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ഞാൻ ഡ്രിങ്ക് ചെയ്തതുകൊണ്ട് തന്നെ വന്ന ആളുടെ പുറകുവശം മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ചെറുതായി മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അയാൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഷൂ ആയിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ധരിക്കുന്ന ഷൂ പോലെയൊന്നും അല്ല, അതിന്റെ സൗണ്ടും വ്യത്യസ്തമായിരുന്നു എന്നെല്ലാം പറയുന്നു. ഈ കേസ് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാനായിരുന്നല്ലോ മിസ്റ്റർ നമ്മിന്റെ മകള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നെയ്ബർ പറഞ്ഞ കാര്യം കേൾക്കുന്നതും ഒരുപാട് സങ്കടത്തോടെ മകള് ഇത് സൂയിസൈഡ് ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്, എന്നാൽ കേസ് ക്ലോസ് ചെയ്യാത്തതിന് ഒത്തിരി നന്ദിയുണ്ട് എന്ന് മിന്യോക്കിനോട് പറയുന്നു. മിന്യോക്ക് ആ ഗേളിനെ കംഫർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ജോങ്വു ഹോസ്പിറ്റലിൽ നിന്ന് പോകുവാണ്. അവന്റെ കാറിനെ ഫോളോ ചെയ്ത് മറ്റൊരു കാറും പോകുന്നത് അവൻ അറിയുന്നില്ല. നെയ്ബറിന്റെ മൊഴിയുടെ പുറമെ കങ്ങു അത്രയും ഡാഷ് ക്യാമ് നോക്കിയതില് കുറ്റവാളി ആയിരിക്കാമെന്ന് തോന്നിയ ഒരാളെ കണ്ടിട്ടുണ്ട്. അയാളാണ് മിസ്റ്റർ നമ്മിനെ കൊന്നതെങ്കിൽ എന്തിനായിരിക്കാം ജോങ്വുവിനെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് മിന്യോക്കിന്റെ സംശയം. ഇതിനിപ്പോ എന്താ ഇത്ര ആലോചിക്കാനുള്ള, വൈരാഗ്യം കൊണ്ടായിരിക്കും എന്ന് കങ്ങോ റിപ്ലൈ കൊടുക്കുന്നു. കൂടെ തന്നെ അതിനർത്ഥം ഡോക്ടർ ജോങ്വു അപകടത്തിലാണെന്നല്ലേ എന്ന് ചോദിക്കുന്നത് കേട്ട് മിന്യോക്ക് അവനെ നോക്കുന്നു. ഇവിടെ ജോങ്വു ഡ്രിങ്ക്സ് വാങ്ങി വരുവാണ്. ഈ സമയത്ത് അവനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന കാറില്ലേ, ആ കാറ് അവന്റെ നേരെ പോകുവാണ്. ഇത് കണ്ടവൻ ഫ്രീസ് ആയി നിന്നു പോകുന്നു. ഇത് കാണിച്ചുകൊണ്ടാണ് 2ാമത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.